പറഞ്ഞതൊക്കെ ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ഇക്കായി നിർബന്ധിക്കില്ലായിരുന്നു. നീ ഇതെന്താ പറയുന്നത് മോളെ? ഞാൻ എങ്ങനെ പോകും? നിന്നെ നിക്കാഹാരെ അർത്ഥം? അത് സാരമില്ല, ഇക്ക പോണം, അവരെ രക്ഷിക്കണം. നിക്കാഹിനെ പറ്റി വിഷമിക്കണ്ട. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്നോളൂ. മോളെ, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അവിടെ പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ഒരുപക്ഷെ ഞാൻ അരുതാത്തത് പറയരുത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇക്ക പോണം. സാറ് പൊയ്ക്കൊള്ളൂ. അപ്പൊ ഇമ്രാൻ, ഞാൻ എത്തിക്കൊള്ളാം. യെസ്, താങ്ക് യു. ഗുഡ് മോർണിംഗ്. മേനോ സാറല്ലേ? ഐ ജി അദ്ദേഹത്തെ കൊണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുക. DYSP അദ്ദേഹം അകത്തുണ്ടോ? ഉണ്ട് സാർ. ഗുഡ് മോർണിംഗ് സർ. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ ആം അലി ഇമ്രാൻ. വെരി ഗുഡ്. ഇതാണ് നല്ല ഒന്നാം തരം പോലീസ് പട്ടി. Come on. Come here. Stay. എന്താ എന്നെ ഇവർക്ക് പേരിട്ടിരിക്കുന്നത്? പേരൊന്നും ഇട്ടില്ല സർ. ഒരു നല്ല പേരുണ്ട്. ഒരു വലിയ ട്രെയിനർ ഉണ്ടായിരുന്നു, അലി ഇമ്രാൻ എന്നായിരുന്നു അയാളുടെ പേര്. അലി ഇമ്രാനോ? അങ്ങനെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നോ? തനിക്കറിയില്ലേ? ഇത് അലിപ്പട്ടി, ഇത് ഇമ്രാൻ പട്ടി. എടാ അലിപ്പട്ടി, എടാ ഇമ്രാൻ പട്ടി. ഓ, ഈ അലി ഇമ്രാന് വട്ടൊന്നും പിടിക്കില്ലല്ലോ, ഇഞ്ചക്ഷൻ എടുത്തല്ലേ? അതെ സാർ. എടാ അലി ഇമ്രാനെ, വട്ടെങ്ങാനും പിടിച്ച് ബഹളം ഉണ്ടാക്കാറുണ്ടല്ലോ, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ആലിപ്പട്ടി, ഇമ്രാൻ പട്ടി. സാർ, മേനോൻ സാർ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കും. കാര്യത്തിന്റെ സീരിയസ്നെസിനെ കുറിച്ചെല്ലാം മിസ്റ്റർ ഇമ്രാൻ മനസ്സിലായി കാണുമല്ലോ. സർ, ആസൂത്രിതമായ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ആദ്യം ആ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടാകണം. കൂടാതെ ശത്രുക്കളുടെ എണ്ണം, അവരുടെ മെത്തേഡ് ഓഫ് സെക്യൂരിറ്റി, അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി അതിനെക്കുറിച്ചൊരു വിവരവും ഇപ്പോൾ നമ്മുടെ പക്കലില്ല. ഇനി അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് വെക്കുക. അവർ സാറിനോട് പറഞ്ഞ 24 മണിക്കൂർ അൾട്ടിമേറ്റം ഇന്ന് തീരും. നമുക്കാവശ്യം സമയമാണ്. അതിനെന്താ വഴി? ദാറ്റ്സ് അവർ ഫസ്റ്റ് പ്രോബ്ലം. ഇനി സമയമൊന്നും നീട്ടിക്കിട്ടാൻ പോകുന്നില്ല. സമയം നീട്ടിക്കൊണ്ടുപോയാൽ മരണം പിന്നെയും സംഭവിക്കും. അത് ഒഴിവാക്കിയേ പറ്റും. ഇമ്രാന്റെ ഈ ഓപ്പറേഷന് എത്ര ദിവസം വേണ്ടി വരും? സ്ഥലത്തെക്കുറിച്ചും അവരുടെ സെക്യൂരിറ്റിയെക്കുറിച്ചും വ്യക്തമായി അറിയാതെ അത് പറയാൻ പറ്റില്ല സാർ. അതൊക്കെ ആലോചിച്ച് വരുമ്പോഴേക്കും പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓരോരുത്തരെയായി. ഇനി അവർ സാറിനെ എപ്പോൾ കോണ്ടാക്ട് ചെയ്യും? എപ്പോൾ വേണമെങ്കിലും ആവാം. സാർ വിചാരിച്ചാൽ സമയം നീട്ടിക്കിട്ടില്ലേ? തോന്നുന്നില്ല. പിന്നെ സമയം നീട്ടിക്കിട്ടാൻ നമ്മൾ ഉണ്ടാക്കി പറയുന്ന കാരണങ്ങൾ അവർ വിശ്വസിക്കണമെന്നില്ലല്ലോ. നമ്മൾ പറഞ്ഞാലല്ലേ അവർ വിശ്വസിക്കാതിരിക്കുള്ളൂ. അറസ്റ്റ് ചെയ്ത ചാൾസിന്റെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. എല്ലാം ഇതിലുണ്ട്. ഇവരിപ്പോൾ എവിടെ ഉണ്ട്? ഇവിടുത്തെ സബ് ജയിൽ. എനിക്കിവരെ ഒന്ന് കാണണം, ഉടൻ വേണം. ഐ വിൽ മേക്ക് ദി അറേഞ്ച്മെന്റ്സ്. സർ.
സാറിന് വേറെ ജോലിയൊന്നുമില്ലേ? ഇതിന്റെ പേര് കമാൻഡോ ഓപ്പറേഷൻ അല്ല, വട്ട് ഓപ്പറേഷൻ എന്നാ. കുറച്ചു ദിവസമായി ജയിലിൽ കിടക്കുന്ന അവരെ കണ്ടിട്ട് എന്താ കാര്യം സാർ? അവർക്ക് ഈ ഹൈജാക്കിനെ കുറിച്ച് ABCD അറിയാൻ പാടില്ല. സാർ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഇനി ഇമ്രാൻ ആരായിരുന്നാലും ശരി, ഒരിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തുപോയ ആളാണ്. അയാളെ വീണ്ടും സേവനത്തിന് വിളിക്കുക, ഒരു ജൂനിയർ ഓഫീസറായിരുന്ന അയാളുടെ ആജ്ഞകളെ മറ്റ് സീനിയേഴ്സ് അനുസരിക്കുക. രാജു, will you please shut up? യെസ്, ഐ വിൽ കീപ് മൈ മൗത്ത് ഷട്ട്. പക്ഷെ ഒരു കാര്യം, പട്ടികളെ ഒരുപാടൊന്നും വിശ്വസിക്കരുത്. യു മേ ഗോ. സാർ, എന്നോട് വിരോധം തോന്നിയാലും വേണ്ടില്ല, സാറിന് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരുത്തനെ മരുമോനായിട്ട്? ആരാ ഈ ചാൾസ്? ചാൾസ് ആരാണെന്ന്? ചാൾസ് ആരാണെന്ന്? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അതുപോലെ പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. നിന്നെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിടും. ചാൾസിന്റെ ഫോൺ വരുമ്പോൾ സാർ തന്നെ സംസാരിച്ചു തുടങ്ങുക, കാര്യങ്ങൾ പറയുക. ആവശ്യമാണെങ്കിൽ മാത്രം റഷീദിനെ ഉപയോഗിച്ചാൽ മതി. സാർ, ചാൾസിന്റെ ഫോൺ വന്നിട്ടുണ്ട്. ഹലോ ചാൾസ്, ഞാൻ മേനോൻ. മനസ്സിലായി. എന്ത് തീരുമാനിച്ചു? ചാൾസ്, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം. ഗവൺമെന്റ് ഭാഗത്ത് ചില അനക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തടവുകാരുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളായിട്ടുണ്ട്. പ്രോബ്ലം പൈസയാ. ഇത്രയും വലിയ തുകയ്ക്കുള്ള ഡോളറും ഗോൾഡും ആവുമ്പോ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ റിസർവ് ബാങ്ക് ഗവർണർ വഴങ്ങുന്നില്ല. PM ഉം യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്ററും സ്ഥലത്തില്ലാന്ന് ചാൾസിന് അറിയാമല്ലോ. അവർ വന്നാലേ എന്തെങ്കിലും നടക്കൂ എന്ന വാശിയിലാണ് ഗവർണർ. അതിന് ഞാനെന്ത് വേണം? ഗവർണറോട് സംസാരിക്കണം. ചാൾസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. സമയമോ? നടക്കില്ല. അതിനെ കുറിച്ചാണെങ്കിൽ ഇനി സംസാരിക്കണ്ട. നിങ്ങളുടെ റഷീദ് ഇവിടെ ഉണ്ട്. എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കില്ലെന്ന്. ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് റഷീദിന് അറിയാം. നിങ്ങൾ അയാളുമായി ഒന്ന് സംസാരിക്കണം. ആ ശരി, എന്നാ കൊടുക്ക. ഞാനാ ചാൾസ്, റഷീദ്. എന്റെ മുമ്പിൽ വെച്ച അവർ ബോംബെയിൽ ഗവർണറുമായി സംസാരിച്ചത്. DIG സാർ പറഞ്ഞതൊക്കെ സത്യമാണ്. റഷീദ്, നീ പറഞ്ഞൊക്കെ സത്യമാണോ? തുറന്നു പറഞ്ഞു, മടിക്കണ്ട. നിന്നെ അവർ ഒരു ചുക്കം ചെയ്യില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഫോൺ മേനോൻ സാറിനെ ഏൽപ്പിക്ക. യെസ് ചാൾസ്. മേനോൻ സാറേ, റഷീദ് പറഞ്ഞത് ഞാൻ കേട്ടു, പക്ഷേ വിശ്വസിച്ചിട്ടില്ല. സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവനെ പോലെ 10 പേരെ കൊണ്ട് ഇതിലും ഭംഗിയായി കള്ളം പറയിപ്പിക്കും. മിസ്റ്റർ മേനോൻ, റഷീദിന് ഇംഗ്ലീഷിന്റെ ഒരു പൊടി പോലും മനസ്സിലാവില്ല. പിന്നെ എങ്ങനെയാണോ ബോംബെയിൽ റിസർവ് ബാങ്ക് ഗവർണറുമായി നിങ്ങൾ സംസാരിച്ചത് അവൻ മനസ്സിലാക്കുന്നത്? മിസ്റ്റർ മേനോൻ, ഞാൻ അവസാനമായി പറയുക, ഇനി സമയം നീട്ടുന്ന പ്രശ്നമില്ല. ഇന്ന് രാത്രി 10 മണി വരെ 1 മിനിറ്റ് പോലും കൂടുതൽ പ്രതീക്ഷിക്കണ്ട. അതിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഡോക്ടറെ വേണം. തൽക്കാലം
ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളുണ്ട്, അയാൾ മതിയോ? ഒരു മനുഷ്യനൂടെ വേദന കൊണ്ട് മരണോപ്രാണം കാണിക്കുമ്പോൾ നിനക്കൊക്കെ അത് കാണുന്ന ഒരു രസമാണ്. Want to kill me? Take this. Come on, take this. നമുക്ക് 3 വഴികളേ ഉള്ളൂ. ഞാനൊരു മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്പർ 1, ഹോസ്റ്റേഴ്സിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സംഘത്തെ ഇന്ന് രാത്രി സകല പോലീസ് സന്നാഹത്തോടുകൂടി വളയുക. MSP, KAP, SAP എന്നിവരുടെ സഹായത്തോടുകൂടി അപ്രതീക്ഷിതമായ ഒരു ആക്രമണം അവരെ അമ്പരപ്പിക്കും. സൈമുൾട്ടേനിയസ് ആയി നമുക്ക് നേവിയുടെയോ മറ്റോ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കുറച്ചുപേരെ നേരിട്ട് താഴോട്ടിറക്കാം. സണ്ണിലാണല്ലേ? യെസ്. നമ്പർ 2, ഡൽഹിയിൽ നിന്നും മിലിറ്ററിയുടെ സഹായം തേടുക. അവർ വരുമ്പോഴേക്കും തടവുകാരുടെ കഥ കഴിഞ്ഞിരിക്കും. നാളെ രാത്രി 12 മണിക്ക് മുൻപ് ഇതിനൊരു അവസാനം കണ്ടെത്തിയിരിക്കും സാർ. ഞാൻ ഉറപ്പു തരുന്നു, ആ സമയത്തിനുള്ളിൽ തടവുകാരെ മോചിപ്പിച്ചിരിക്കും. എപ്പോൾ, എങ്ങനെ എന്നൊന്നും സാർ ഇപ്പോൾ ചോദിക്കരുത്. നടക്കുന്ന കാര്യമാണോ ഇമ്രാൻ? അസാധ്യമായ ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞ് സാറിനെ സമാധാനിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അതല്ല ഇമ്രാൻ, എവിടുന്ന് തുടങ്ങണം, എങ്ങനെ വേണമെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ നമ്മളിപ്പോൾ? സാർ ധൈര്യമായിട്ടിരിക്കണം. എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ല. പിന്നെ ഇതൊക്കെ നമ്മളാണോ ചെയ്യുന്നത് സാർ? യെസ് സാർ, ചാൾസിന്റെ ഫോൺ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറെ അത്യാവശ്യമായി വേണമെന്ന്. 2 മണിക്ക് സ്പോട്ടിൽ വെയിറ്റ് ചെയ്യും. സ്പോട്ട് സാറിന് അറിയാമെന്ന് പറഞ്ഞു. ആർക്കാ അസുഖം എന്ന് പറഞ്ഞു? ഇല്ല സാർ. ആരാ ഫോൺ അറ്റൻഡ് ചെയ്തത്? CI ആണ്. ഞാൻ പറഞ്ഞല്ലേ സാർ, നമുക്കൊരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ലെന്ന്. ദിസ് ഈസ് അവർ ചാൻസ്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ഡോക്ടർ വലിയൊരു റിസ്ക് ആണ് എടുക്കാൻ പോകുന്നത്. ബി കെയർഫുൾ. അസുഖം ആർക്കായാലും യു ഡു യുവർ ഡ്യൂട്ടി. അത് പിന്നെ പറയണോ? മേനൻ, ഡോക്ടർ തിരിച്ചു വരുന്നവരെ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. കമോൺ ഡോക്ടർ, കമോൺ.
പാലസിന്റെ വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോസാണ്. പാലസിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി മേനോൻ സാർ പറഞ്ഞതിലും വളരെ ശക്തമാണ്. അതുകൊണ്ട് നേരിട്ടുള്ള ഒരു സമീപനം നമുക്ക് സാധ്യമല്ല. ഈ പാലസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും സാറിന് അറിയാമോ? ഇവിടുന്ന് കുറച്ച് അകലെയുള്ള ഒരു കോവിലകം വകയാണ് ഇപ്പോഴും ആ പാലസ്. ഒരു കേസ് സംബന്ധമായി ഒരിക്കൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അന്ന് അവിടെ പ്രായം ചെന്നൊരു തമ്പുരാനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത്. തമ്പുരാനെ കാണാൻ വന്നതാ. ഓ, ഇരിക്കുക. താൻ ഇൻസ്പെക്ടർ അല്ലേ? 2 വർഷം മുമ്പ് ഞാൻ സ്റ്റേഷനിൽ വന്നിരുന്നു. കൊട്ടാരത്തിലെ ഒരു കളവ് കേസിന്റെ കാര്യത്തിന് അന്ന് താനായിരുന്നു ഇൻസ്പെക്ടർ. അല്ല, ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ ഓർക്കുന്നു. ഇപ്പൊ എന്താ വിശേഷിച്ച്? അങ്ങയുടെ കോവിലകം വക ഒരു പഴയ കൊട്ടാരമില്ലേ കാട്ടിനുള്ളിൽ? അതിനെക്കുറിച്ച് അറിയാമെന്നാ. എന്താ കാര്യം? വളരെ രഹസ്യമാണ്. കൃഷ്ണ. ഓ, കുറച്ച് VIPസിനെ ചില ടെററിസ്റ്റുകൾ ചേർന്ന്, അല്ലത് കുറച്ച് വലിയ ആൾക്കാരെ ചില കള്ളന്മാർ ചേർന്ന് റാഞ്ചി ആ കൊട്ടാരത്തിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ആ കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കാൻ എന്തെങ്കിലും രഹസ്യ മാർഗങ്ങളുണ്ടെങ്കിൽ അതറിയണം. അതിനാണ് ഞാൻ വന്നത്. ഇതിലെന്താ രഹസ്യം? സംഭവം ഞാൻ ഇന്നലെ അറിഞ്ഞിരിക്കണു. കേന്ദ്രമന്ത്രി ഭരതമ്മേന്റെയും കൂട്ടരല്ലേ? അല്ല, അവിടത്തെ സൂക്ഷിപ്പുകാരൻ രാമൻ ഇന്നലെ ഇവിടെ വരേണ്ടതാ ചെലവ് കാശ് വാങ്ങാൻ. ഇപ്പൊ എനിക്കൊരു സംശയം. അവനെയും അവര് തനിക്ക് പാലസിനെ കുറിച്ച് അറിയണം അല്ലേ? ആ പാലസ് നിൽക്കുന്നത് 240 ഏക്കറില. വലിയൊരു കെട്ടിടം, കൂടാതെ 3-4 എണ്ണവും. ജോലിക്കാർക്ക് താമസിക്കാൻ വേറെയും. 2 കുളമുണ്ട്, 3 കിണറുമുണ്ട്. ചുറ്റുമതിലിനോട് ചേർന്ന് 6 അടി വീതി 10 അടി താഴ്ചയിൽ ഒരു കിടങ്ങുണ്ട്, ആന കയറാതിരിക്കാൻ. ഒരു മുല്ലപ്പന്തലും മണിമാളികയും ഉണ്ട്. ഇത്രയും പുറത്തെ വിശേഷം. അകത്ത് ചെറുതും വലുതുമായി 28 മുറികളാണുള്ളത്. വലിയ കെട്ടിടത്തിന്റെ തെക്ക് വശത്ത് 3 നില, ഭൂമിക്കടിയിലുള്ളതും ചേർത്ത് 4 നിലകൾ. ഇത്രയും അകത്തെ വിശേഷം. ഈ പാലസിനകത്തേക്ക് കടക്കാൻ ഏതൊക്കെ മാർഗങ്ങളാണുള്ളത്? നേരായ വഴി ഒരു ടാറിട്ട് റോഡാ. അത് മുറ്റം വരെ ചെല്ലും. പക്ഷേ നേരായ വഴി പോയാൽ തന്റെ കാര്യം നടക്കുവോ?